ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിലാണ്ടുണ്ടാവും. ഇതേമാതിരി ഒരു ട്രാക്ടറിന്റെ മോഡലാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഐറ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കളിക്കാവുന്ന ഒരു സംഭവമാണ്. 2 പാർട്ട് ഉണ്ട്. ഒന്ന് ട്രെയിലറിന്റെ സെക്ഷനും ഒന്ന് എഞ്ചിന്റെ സെക്ഷനും. ഇപ്പൊ നമ്മള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. കുട്ടികൾക്ക് കളിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ പറഞ്ഞു തന്നിട്ടില്ല, നേരെ വീഡിയോക്ക്. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം 2 ഗിയർ മോട്ടർ, അതിൻ്റെ വീലും പിന്നെ കുറേ ഐസ്ക്രീം സ്റ്റിക്കുകളാണ്. അതിൻ്റെ ഫുൾ ബോഡിയും മേക്ക് ചെയ്യണത് ഐസ്ക്രീം സ്റ്റിക്കുകൾ വെച്ചിട്ടാണ്. ഇപ്പം നമ്മളൊരു വലിയ ഐസ്ക്രീം സ്റ്റിക്ക് പകുതിയൊക്കെയിട്ട് കട്ട് ചെയ്തെടുത്ത് നോക്കുകയാണ്. അതിൻ്റെ ഓരോ പകുതി ഓരോ മോട്ടറിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചു. ഇത് നമ്മുടെ ബേസ് ഫോം ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി 2 മോട്ടറുകൾ തമ്മിൽ കൂട്ടിയിട്ടിക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ കണക്ഷൻസ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ചത് ഒട്ടിച്ചതിന് ശേഷം വേണം കൂട്ടിയൊട്ടിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ടൈപ്പ് അതായതുണ്ട്. നടുക്ക് നമുക്ക് ഹോട്ട് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് മോട്ടറുകൾ തമ്മിൽ കൂട്ടിയൊട്ടിക്കാം. എന്നിട്ട് അടിയിൽ നമ്മൾ 2 സപ്പോർട്ടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. നമുക്കൊരു പഴയൊരു പാനേര ബോഡിയിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്തൊരു പീസ് വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം. പിന്നെ 2 വീലുകൾ ഗിയർ മോട്ടറിൽ കണക്ട് ചെയ്യാവുന്ന വലിയ 2 വീലും പിന്നെ ഫ്രണ്ടിലത്തെ വീലിനായിട്ട് നമ്മൾ എടുക്കുന്നത് കുപ്പീരം അടപ്പനാണ്. നമുക്കതിൽ ഒരു ചെറിയ വടി, അതായത് ഞങ്ങളിപ്പോൾ ഒരു ബാംബു ഉപയോഗിച്ചുള്ളൊരു വടിയാണ് ഉപയോഗിച്ച് നോക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അത് 2 കൂടി ഒട്ടിച്ച് കൊടുക്കാം. നമുക്കിങ്ങനെ നമുക്ക് ഫ്രണ്ടിലത്തെ വീലും ബാക്കിലത്തെ വീലും ആയിട്ട് ഇനി നമുക്ക് അതിൻ്റെ ട്രെയിലർ സെക്ഷൻ ഉണ്ടാക്കാം. ഇത് ബാക്കിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഐസ്ക്രീം സ്റ്റിക്കുകൾ എടുത്തിട്ടുണ്ട്. 5 വലിയ, അതായത് വീതി കൂടിയ ഐസ്ക്രീം സ്റ്റിക്കുകളാണ് നമ്മൾ ആദ്യം എടുത്ത് നോക്കണേ. അതിന് ക്രോസ് ആയിട്ട് വയ്ക്കാൻ വീതി കുറഞ്ഞ 2 ഐസ്ക്രീം സ്റ്റിക്കുകളുടെ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 2 കഷ്ണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഹോട്ട് ഗ്ലൂവോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ ഉപയോഗിച്ച് അതൊക്കെ ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് വലിയ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തന്നെ പീസുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതായത് അതിൻ്റെ എൻക്ലോഷർ സെക്ഷൻ ചുറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹോട്ട് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക, കാരണം കൈ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്നില്ല, അതായത് കാരണം അതിൻ്റെ നിൽക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നമുക്കിതിൽ അതിൻ്റെ ചുറ്റും ചെറിയ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ എൻഡുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒരു ഭംഗിക്കാണ്, പിന്നെ ഒരു സ്ട്രെങ്ത്ത് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യണേ. നിങ്ങളുടെ ഐഡിയ പ്രകാരം ഈ ട്രെയിലറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ 2 വീതി കുറഞ്ഞെടുത്ത് 2 എണ്ണവും വീതി കൂടി എടുത്ത് 3 എണ്ണവും വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ വീതി കുറഞ്ഞ എക്സ്പീരിയൻസ് ഒട്ടിക്കുന്നത് ഒന്നാമത് ഭംഗി കിട്ടാനും ട്രെയിലറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ അതുമാത്രമല്ല നമ്മുടെ മുകളിൽ ഒരു ലെയറും കൂടി നമ്മൾ വലിയ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ അതിനൊരു സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഐസ്ക്രീം സ്റ്റിക്കുകൾ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ എൻഡുകളിലൊക്കെ നമുക്കൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലത്തെ 2ാമത്തെ ലെയർ നമ്മൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെയറും കൂടി നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അത് അടിയിൽ ഒട്ടിച്ച് അതേ സെയിം സൈസുള്ള ഐസ്ക്രീം സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് മുകളിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ സൈഡിൽ നമ്മൾ ഈ സപ്പോർട്ടുകൾ വെച്ച് കൊടുത്തുകൊണ്ട് ഐസ്ക്രീം സ്റ്റിക്കുകളൊക്കെ കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ നമ്മുടെ ആ വർക്ക് കഴിഞ്ഞ് ഈ ട്രെയിലറിന് വീലുകൾ വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ വീല് വെക്കാനായിട്ട് ചെയ്ത അതേ പ്രൊസീജിയറാണ് നമ്മൾ ഇവിടെയും ചെയ്യണേ. അപ്പോൾ അതിന് നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ട്, കാരണം ഇത് നീളം കൂടുതലായിരുന്നു അതിൻ്റെ ട്രെയിലർ. ഫ്രണ്ടിൽ ഒറ്റ പീസ് നമ്മുടെ കാര്യം കഴിഞ്ഞു. നമുക്ക് അതേപോലെ തന്നെ ബാംബൂര് ഒരു പീസ് അല്ലെങ്കിൽ ഇർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ഒരു ഗംഭീര കഷ്ണമായാലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ അതൊക്കെ വെച്ച് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് 2 സൈഡിലത്തെയും വീലുകൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഒട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ട്രെയിലർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എൻ്റെ എൻജിൻ്റെ മുകളിൽ നമുക്കൊരു ഡിസൈൻ വർക്ക് ചെയ്യാം, ട്രാക്ടറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊരു കണ്ടെയ്നർ ഉണ്ടാക്കിയെടുത്ത് നോക്കുകയാണ്. ഈ കണ്ടെയ്നറിൽ നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി വെക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ എൻജിൻ പാർട്ടാണിത്. അതിൽ ഫ്യൂവലായിട്ട് നമ്മൾ ബാറ്ററിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാറ്ററി വയ്ക്കാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. പിന്നെ ഇത് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു
ചെറിയൊരു മനുഷ്യൻ്റെ രൂപം. അത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അധികം വിലയൊന്നും വരില്ല. നമുക്ക് അത് വെച്ചിട്ട് 4 സൈഡിൽ ഹോളൊക്കെ ഇട്ട് അതിൽ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈർക്കിളിയോ അങ്ങനത്തെ ബാമ്പൂരോ വെടികളോ ഉപയോഗിച്ച് നമുക്ക് ചുറ്റിയിട്ട് കൊടുക്കാം. നമ്മൾ മുകളിലത്തെ റൂഫാണ് ചെയ്യണേ. അതിനായിട്ടുള്ള സപ്പോർട്ടുകളാണത്. ഇതൊക്കെ നമ്മുടെ ഡെക്കറേഷൻ വർക്കുകളാണ്. അപ്പോൾ നമുക്കൊരു ട്രാക്ടറിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് അതിൻ്റെ റൂഫ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ വലിയ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 3 പീസ് എടുത്തിട്ടുണ്ട്. അളവിൽ നമ്മൾ ആവശ്യത്തിനുള്ള അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് ക്രോസ് ആയിട്ട് ഒട്ടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് വീലും പിന്നെ ഗിയറൊക്കെ വയ്ക്കാം. ഒരു റൗണ്ടിൽ ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ ഒട്ടിച്ച് സ്റ്റിയറിംഗ് വീലും ഗിയറൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം ഉണ്ടാക്കണം. അതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെക്കാനിസമാണ്. അതിനായിട്ട് നമ്മളൊരു നീളം കൂടിയ ഐസ്ക്രീം സ്റ്റിക്കിൽ അറ്റത്തൊരു ഹോൾ ഇട്ടിട്ട് അതിലൊരു ചെറിയൊരു ഈർക്കിളിയുടെ പീസോ ബാമ്പൂര് പീസോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം അത് നല്ല രീതിക്ക് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ചെറിയൊരു പീസിൽ നമുക്കൊരു വലിയ ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ അതിൽ ഇതിങ്ങനെ കയറിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ ട്രെയിലറിൻ്റെ സെക്ഷനിൽ ചെറുതും ട്രാക്ടറിൻ്റെ എഞ്ചിൻ്റെ പാർട്ടിൽ വലുതുമാണ് നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ വലുത് ഒട്ടിച്ചു നമുക്ക് ചെറുതും ഹോട്ട് ഗ്ലൂ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക. കാരണം ഇതാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ. ഇപ്പോൾ നമ്മുടെ ട്രാക്ടറിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വലിക്കുന്ന സെക്ഷൻ. പിന്നെ നമുക്ക് നമ്മളെല്ലാ സാധനങ്ങളും പെയിൻറ്റ് അടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് പെയിൻറ്റും ബ്രൗണൊക്കെയാണ് അടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ അടിക്കാം. പച്ച ചുവപ്പോ ഏത് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. ഞങ്ങളത് കാണിക്കുന്നില്ല. പെയിൻ്റ് അടിക്കാനായിട്ട് കുഴപ്പമില്ലല്ലോ. അപ്പം ഞങ്ങൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞായിരുന്നു. നമുക്കിങ്ങനെ 9 വോൾട്ട് ബാറ്ററിയുടെ ഒരു കണക്ടറും പിന്നെ ഒരു സ്വിച്ചൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിക്കുന്നില്ല, കാരണം അത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാറ്ററി എൻ്റെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. പുറത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രെയിലർ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആ ഒരു കുറ്റി നിൽക്കുന്നതിൽ നമ്മളിത് ഇറക്കിയിട്ടാൽ നമ്മുടെ ട്രെയിലറും ട്രാക്ടറും കണക്റ്റഡായി. ഇത് ഓണാക്കി വിട്ടാൽ അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് ഓടുന്നുണ്ട്, നല്ല പുള്ളിങ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് കയറ്റം എളുപ്പം കയറിപ്പോകുന്നുണ്ട്. ഇതിങ്ങനെ ട്രെയിലർ ലൂസായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു ലോഡ് പോലെ കുറച്ച് വക്കോലയിലിട്ടിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഭയങ്കര രസമാണ് ഇത് ഓടിച്ച് കളിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിന് ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി എന്റെ കണ്ടന്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. ഇതേപോലെയുള്ള പുതുപുത്ത വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. റീസൺ ഔട്ട്.